ഹായ് ഫ്രണ്ട്സ്, സിനിമയിൽ വിജയണ്ണൻ വില്ലന്മാരെ അടിച്ചു പറത്തുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ നമ്മൾ അതിന് കൈയടിച്ചിട്ടുമുണ്ട്. പക്ഷേ സീൻ മാറി സുഹൃത്തുക്കളെ, റിയൽ ലൈഫിലെ തുപ്പാക്കിയല്ല വിജയ് ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുന്നത്. റിയൽ ലൈഫിലെ ഭരണകൂടത്തിന്റെ കത്തിയാണ്. മുഖ്യമന്ത്രിയായതിനു പിന്നാലെ അണ്ണൻ ആദ്യത്തെ വെട്ടുവെട്ടിയത് ഒരു പ്രമുഖ തമിഴ് വാർത്താ ചാനലിന് നേരെയാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ പുകയുന്ന ആ വമ്പൻ വിവാദം എന്തെന്ന് അറിയാമോ? തുടക്കത്തിലെ പ്രതികാരം. തമിഴ്നാട് സർക്കാരിന്റെ സ്വന്തം കേബിൾ നെറ്റ്വർക്കായ അരസ് കേബിളിൽ നിന്ന് പുതിയ തലമുറ എന്ന ചാനലിനെ അണ്ണൻ സർക്കാർ അങ്ങ് ഔട്ടാക്കി. അതായത് ചാനൽ വെക്കാൻ നോക്കുമ്പോൾ അവിടെ ബ്ലാങ്ക് സ്ക്രീൻ. ഒരു മുന്നറിയിപ്പുമില്ലാതെ ചാനൽ പൂട്ടിക്കെട്ടിച്ചതിന് പിന്നിൽ ഒരു പക്ക സിനിമാറ്റിക് പ്രതികാര കഥയുണ്ട്. വിജയ് മുഖ്യമന്ത്രിയായപ്പോൾ ചാനലുകാർ നല്ല റോൾ കോളും പുകഴ്ത്തലുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നിരിക്കണം. പക്ഷേ പുതിയ തലമുറ ചാനൽ തുടക്കത്തിലെ ക്യാമറയും തൂക്കി ഇറങ്ങി. അവർ പ്രധാനമായും 2 തഗ് വാർത്തകൾ പുറത്തുവിട്ടു. ഒന്നാമത്തേത്, അണ്ണൻ വരുന്നു വഴിമാറും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വിജയുടെ യാത്രയ്ക്ക് വേണ്ടി വലിയ സുരക്ഷ ഒരുക്കുമ്പോൾ മണിക്കൂറുകളോളം റോഡിൽ കിടന്ന് ചാവുന്നത് തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങളാണ്. ജനങ്ങളുടെ ഈ കഷ്ടപ്പാട് ചാനൽ വിഷ്വൽ സഹിതം ലൈവായി കാണിച്ചു. രണ്ടാമത്തേത്, ഭരണം കിട്ടിയെങ്കിലും നാട്ടിലെ ക്രമസമാധാനം വിചാരിച്ച പോലെ അത്ര പോരാ എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ചില വീഴ്ചകൾ അവർ എണ്ണിപ്പറഞ്ഞു. ഇതോടെയാണ് അണ്ണന്റെ പാർട്ടിക്ക് ദേഷ്യം വന്നത്. ഞങ്ങളെ വിമർശിക്കാൻ മാത്രം വളർന്നോ എന്ന് ചോദിച്ച മട്ടിലാണ് കേബിളിൽ നിന്ന് ചാനലിലെ കണക്ഷൻ അങ്ങ് കട്ട് ചെയ്തത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ ഫാൻസ് വാറാണ് നടക്കുന്നത്. ഇതാണോ നിങ്ങളുടെ ജനാധിപത്യം? മാധ്യമങ്ങളുടെ വായടപ്പിക്കുകയാണോ എന്ന് ചോദിച്ച് പ്രതിപക്ഷം വിജയ്ക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ വിജയ് ഫാൻസ് പറയുന്നത് സർക്കാരിനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാൽ അണ്ണൻ വെറുതെ ഇരിക്കില്ല, ഇത് ജസ്റ്റ് ബിഗിനിങ് എന്നാണ്. സിനിമയിലെ പോലെ ട്വിസ്റ്റും മാസുമൊക്കെ രാഷ്ട്രീയത്തിലും കാണിച്ചാൽ അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം. അണ്ണൻ എടുത്ത ഈ കടുത്ത തീരുമാനത്തോട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിജയ് ചെയ്തത് മാസാണോ അതോ മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കത്തിക്കേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.